വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നെക്സ്ട്രോ. ഓക്കെ, അപ്പോൾ ഇത് ഏതാ വണ്ടി? ഇത് ഞാൻ കാണിച്ചെന്നുണ്ടോ നിങ്ങൾക്ക്? റാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ശ്രീഹരി വർക്ക് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് ശ്രീഹരി വർക്ക് ചെയ്ത് തന്നതാ. ബാക്കിൽ കണ്ടില്ലേ, ബൈ ഡെവിൽ ബ്രോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫയറി റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഒരു ഫയറി റെഡ് എന്ന് പറഞ്ഞൊരു കളറിനാണ് ശ്രീഹരി പറഞ്ഞത്. എൻ്റെ കയ്യിൽ ഓറഞ്ച് ഒന്നേ വരുന്നുള്ളൂ. പിന്നെ സൈഡിൽ നിന്ന് നെക്സ്ട്രോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അന്നേരം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വേറെ ലെവൽ സാധനമാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഇപ്പം നിങ്ങൾ നോക്കാം. സസ്പെൻഷനൊക്കെ ഞാൻ വഴി വരുമ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടല്ലേ, എനിക്ക് പേഴ്സണലി റാപ്റ്ററിൻ്റെ ഇൻറ്റീരിയർ നല്ല ഇഷ്ടമാണ്. അത് റിയൽ ലൈഫിലായാലും സി പി ആയാലും. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശ്രീഹരി നമുക്ക് തന്ന റിസോർട്ടിൽ തന്നെയാണ്. വില്ല സോറി. അപ്പോൾ നമ്മുടെ പിന്നെ ഈ കിറ്റ് കാര്യങ്ങളൊക്കെ ശ്രീഹരി തന്നെ കയറ്റി തന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കുറച്ചും കൂടി വർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. ഏതാ വണ്ടി? ഒരു ഫോർച്യൂണർ വരുന്നുണ്ടല്ലോ. ധാരാ എടാ, നീ വന്നാ? എടാ, ഈ ഫോർച്യൂണറാ. ഇതൊക്കെ എപ്പോ എടുത്തു? ഇത് നമ്മൾ ഈയിടയ്ക്ക് എടുത്ത് കൊള്ള മറ്റാനറിഞ്ഞ അവൻ നമ്മുടെ ഫർസിൻ ക്രാസോ ഇല്ല പറഞ്ഞിട്ടില്ല. നിനക്ക് ഷിപ്പ് ചെയ്ത വണ്ടിയില്ല കിട്ടിയ ആളെ കിട്ടി. ഞാനിപ്പോ റാപ്റ്റർ എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. സെറ്റ്. ഇതിന്റെ സസ്പെൻഷൻ ഒന്നും പറയാനില്ല. ഞാൻ അവിടെ വെച്ച് ഈ സംഭവം ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഞാൻ അറിയിച്ചില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നു. ഈ ടയർ മാറ്റാൻ മറന്നുപോയായിരുന്നു വണ്ടിയുടെ. അത് എങ്ങനെ ഇരിക്കുന്നത്? ടയർ മാറ്റണേ. ടയർ മാറ്റണം. ഞാനും മാറ്റണം പറഞ്ഞിരിക്കുന്നു. പക്ഷെ കേസ് ടയർ മാറ്റിയിട്ട് ഇത് ഒരുമാതിരി മറ്റേ സ്പോർട്സ് കാറിനൊക്കെ ടയർ ഓഫ് റോഡ് ടയർ ആക്കണം. എൻ്റെ 5ന്റെ പൈസയില്ല, അതുകൊണ്ടാണ് മാറ്റാണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങോട്ടാ? ഒരിടത്ത് വരെ പോണം. എങ്ങോട്ടാ? ചെറിയൊരു പണി. നീ നിന്റെ വണ്ടി കൊണ്ടുപോവാ, അല്ലെ എന്റെ വണ്ടി കയറുന്ന? ഒരു വണ്ടി പോവാ, അതല്ല നല്ലത്. പിന്നെ എന്ത് പറയുന്നു? റിസോർട്ട് എങ്ങനെ വന്നു? സീനു അവൻ എങ്ങോട്ടോ പോയിക്കാണ്ട് അതോ ഫ്രണ്ടിനെ കാണാൻ. എൻ്റെ അടുത്ത് എന്തോ ഇതാക്കാൻ പറഞ്ഞു. ചൊല്ലി പറഞ്ഞ അവൻ ഇന്ന് ഏതോ ഫ്രണ്ടിനെ കാണാൻ പോണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഞാൻ ചിലപ്പോ നാളെ ഒരിടം വരെ പോകും. വരുന്നെങ്കിൽ നമുക്ക് ഫോർച്യൂണറിലൊക്കെ ഇല്ല. ഞാൻ എപ്പോഴും റെഡി. നമ്മൾ ചെറിയൊരു വണ്ടി കേസ് കൂട്ടുകാരൻ്റെ. എന്താ സംഭവം? അതൊന്നുമില്ല, ചെറിയ എന്തോ വണ്ടി വിളിച്ച് വെച്ചേക്കുന്നതായിരുന്നു. നമ്മളപ്പോ തീർക്കാൻ പോവാ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടപെട്ടില്ല, വെറുതെ ഇരിക്കുമല്ലേ. ഇത് ട്രോപ്പിക്കില് ഫസ്റ്റ് ഫോർച്യൂണർ എന്തോ അല്ലേ? ട്രോപ്പിക്കിലെ ഫസ്റ്റ് ഫോർച്യൂണർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധനം നമ്മൾ ഇറക്കി ബാങ്കിലേക്ക് കണ്ട പ്യുവർ മാഡ്നസ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അത്രേ ഉള്ളൂ. ഡീസൽ വേരിയന്റ് അല്ലേ? ഡീസല. അതാ ഇങ്ങനെ പുള്ളേത് പോണേ. ഇല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞേ, നമ്മുടെ വില്ലേജിലുള്ള ഏതോ ഈ വീട്ടിലുള്ള എന്തോ സെറ്റപ്പ് ഉണ്ടാകുന്ന എന്തോ സംഭവം എന്ന് പറഞ്ഞേ, അറിഞ്ഞില്ലായിരുന്ന? ഇവ എങ്ങാണ്ട് ഈ വീട്ടിലുള്ള ഏതോ നമ്മുടെ വില്ലേജ് വന്നിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അവ ഇവിടെ ഇല്ലെന്നൊക്കെ പറഞ്ഞു. അവ ഇവിടെ ഇല്ലേ ഇപ്പൊ? ഈ ഗുണ്ടയുടെ മറ്റേ നമ്മുടെ ഇപ്പം ഈ ഇടയ്ക്ക് വില്ലേജ് വന്ന പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞു. അവൻ എങ്ങോട്ടോ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. അല്ലല്ല, അവനിപ്പോ ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല. മറ്റേ അവനറിയാം. ക്രാഫ്റ്റനെ വിളിച്ചു ചോദിച്ചു. ഇനിയിപ്പോ അവനെ വിളിക്കണ്ടേ? വേണ്ട, തിരുവനന്തപുരത്ത് പോയാ അവനെല്ലാം അറിയാം. ട്രോപ്പിക്കിൽ ആർക്ക് വന്നിട്ടുണ്ട്, ആർക്ക് പോകുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ.
എന്താ ചെയ്യാം. ഓക്കെ. നമുക്ക് പിന്നെ ഈ ഫോർച്യൂണർ എങ്ങനെ സെറ്റില്ലേ? ഫോർച്യൂണർ സെറ്റ് ഒരു ഫോർച്യൂണർ എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഇമ്പോർട്ട് ചെയ്യാനും എല്ലാം കൂടി എനിക്ക് വയ്യ, അതുകൊണ്ട് എടുക്കാത്ത. പിന്നെ കാശുമില്ല. ഓ പിന്നെ എങ്ങനെ ചാനലൊക്കെ എങ്ങനെ പോകുന്നത്? ചാനലൊക്കെ വൈബ് ഉഷാറായി പോകുന്നുണ്ട്. ആ പിന്നെ ഈ ഇടയ്ക്ക് ഇവിടെ ഒരു ഇടിക്കേസ് കണ്ട് അവിടെ വില്ലയിലെന്തോ അടിയെ കണ്ടെന്നൊക്കെ പറയുന്നു. അതൊന്നുമില്ല. ഒരുത്തം വന്ന് പ്രശ്നം ഉണ്ടാക്കി. റൂമിൽ ടവറിൽ എന്താണ് ടിഷ്യൂ പേപ്പർ ഞങ്ങൾ 6 എണ്ണം വെക്കേണ്ടത്, പക്ഷെ 5 എണ്ണം വെച്ചു. അപ്പം അതിന് വന്ന് അടിയായി. ആരും കൊണ്ട് വെച്ച 5 എണ്ണം ലെവനാ ആണ് തോന്നുന്നു. ആരോ വെച്ച്, അതാരും പറയുന്നില്ല. ആളിപ്പോ ഉണ്ട് അവിടെ? ആളിപ്പോഴും ഉണ്ട് അവിടെ. വെറുതെ വേണ്ട. എങ്ങോട്ടപ്പം നമ്മൾ പോകുന്നേ? നമുക്കിപ്പോ നേരെ വില്ലയിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഓക്കെ. നീയായിട്ട് എന്തോ സെറ്റപ്പ് ഇപ്പൊ വില്ലേജ് എന്തുവായിരുന്നു നിന്നെ ആക്കിയേ? ഞാൻ വില്ലേജ് മാനേജർ. മറ്റവനാ? അവനും ഒരു മാനേജർ, അതായത് ഫുഡിന്റെയും കാര്യങ്ങളുടെയും ഒക്കെ നോക്കുന്ന. ഓ ഓ ഇത് റാപ്റ്ററാണല്ലേ, പുതിയതാണോ? ഇത് ഇവിടുത്തെ ഏതോ ഒരു കസ്റ്റമർ വന്നതാണ് തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. ആണോ? ഇന്ന് രാവിലെ, പക്ഷേ ഇത് ഇവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നതാണ്. ചേച്ചി ഫോർച്യൂണർ പിന്നെ എന്തേതായാലും കിടിലോ. പിന്നെ ബ്ലാക്ക് ഇപ്പൊ എല്ലാരും ബ്ലാക്ക് കളറല്ലേ, കുറച്ച് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാരും കഴിഞ്ഞ് ബ്ലാക്കും വൈറ്റും ആണല്ലോ, അപ്പൊ നമ്മള് വൈറ്റ് അടിച്ചിറക്കി. എനിക്ക് ബ്ലാക്കിനേക്കാളും ഫോർച്യൂണറിന് വൈറ്റാ ഇഷ്ടം. അത് ഫോർച്യൂണർ ആയാലും ഇന്നോവ ആയാലും ടൊയോട്ടയുടെ എല്ലാ വണ്ടികൾക്കും വൈറ്റാ നല്ലത്. ചിലപ്പോ ഇതിന്റെ മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ അവിടെ ചിലപ്പോ സൈഡ് ചെയ്യാൻ ഇവിടെ ഒരു സ്നോർക്കിൾ വെക്കും. ഓ ഓക്കെ ഓക്കെ. ആ സ്നോർക്കിൾ വെച്ച് നോക്ക്. അതല്ല, ഈ സൈഡ് സ്നോർക്കിൾ വെക്കാം. വെച്ച് നോക്ക്, രസമുണ്ടോ? ഒരു സ്നോർക്കിൾ വെക്കാം, പിന്നെ മണ്ടയിൽ എന്തെങ്കിലും ഒക്കെ വെക്കാം. റൂഫ് ബോക്സ് വെക്കാൻ പറ്റൂ ഇതില്. മറ്റേ ഡിക്കിയില് ഞാൻ എന്തോ സാധനം എടുത്ത് വെച്ചിരുന്നു, മറന്നുപോയി. ഓക്കെ ഓക്കെ. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. വണ്ടി ഇപ്പൊ ഇന്നങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ. ഡിഫൻഡർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനെന്തോ ഒരു മിസ്സിങ്, ബ്രേക്ക് എന്തോ ഇല്ല. അപ്പം ഞാൻ അത് റെഡിയാക്കണം. അതെന്റെ മറ്റേ ഷോറൂമിൽ കൊണ്ടുകൊടുത്താൽ മതി, പണി കഴിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ M5 എടുത്തവിടെ. പിന്നെ ഞാൻ ഒരു ബസ് അറേഞ്ച് ചെയ്ത് തരാം നിനക്ക്. ബസ്സോ? ഓടാനൊക്കെ കൊള്ളാലോ. നീ അന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ബസ് അറേഞ്ച് ചെയ്തല്ലോ? ചോദിച്ചായിരുന്നു. ആ ബസ്സിന്റെ കാര്യമായിട്ട് ഒന്നും കൂടെ പോകേണ്ടി വരും. പോയിട്ട് ഓക്കെ, പോവാം. ഫുൾ ഹാപ്പി, ഫുൾ റെഡിയാ. ഷോറൂം നമ്മുടെ ബസ്സിന്റെ ഒരു മാനേജർ അവനിപ്പം മാനേജറല്ല, ഇവിടുത്തെ ഒരു സ്റ്റാഫ് രീതിയുള്ള ഒരു മെയിൻ സ്റ്റാഫ്, അങ്ങനെ എന്തോ സംഭവം. അവനിപ്പോ നമ്മളിവിടെ ട്രോപ്പിക്കിലെ ഷോറൂമിലുണ്ട്. ഓക്കെ ഓക്കെ കേട്ടാ? ഓക്കെ 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 ഓക്കെ. നമ്മള് പെട്ടെന്ന് ഇപ്പൊ വീഡിയോ എത്ര മിനിറ്റ് ആയി? ഇപ്പൊ വീഡിയോ 8 മിനിറ്റ് ആയി. ഈ കട്ട് ചെയ്തോ, ഇപ്പൊ വെറുതെ അങ്ങ് വരെ നീട്ടത്തില്ല. പിന്നെ നമുക്ക് കട്ട് ചെയ്യാം. A few moments later. ശ്രീയേരി എന്തോ ഫോൺ വിളിക്കാൻ അങ്ങോട്ടോ പോയതാ. അപ്പം ഞാൻ വണ്ടി എൻ്റെ അടുത്തൊന്ന് പാർക്ക് ചെയ്തിടാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓടിക്കാൻ നല്ല രസമുണ്ട്. ഇതുവരെ ഓടിച്ചെങ്കിൽ ഓടിക്കാൻ അത്യാവശ്യം രസമുണ്ട്. എന്തായാലും പിന്നെ എൻ്റെ ലുക്കും കൂടി ആകുമ്പോൾ വണ്ടി എനിക്ക് നല്ല രീതിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിൽ പ്യുവർ മാഡ്നസ്, ഇവിടെ ചെറുതായിട്ട് മേലെ ഡെവിൽ ബ്രോ എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഫോർച്യൂണർ നമ്പർ പ്ലേറ്റിൽ ഡെവിൽ ബ്രോ എന്നാണ്. അതിൻ്റെ താഴെയായിട്ട് എന്താ നിറ്റോ അതെന്തോ വായിക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ വണ്ടി അതാ വന്നു. എടാ അവിടെ പോയതാ?
ഞാൻ അവനിവിടെ ഉണ്ടോന്ന് വിളിച്ചു നോക്കിയാൽ പോയടാ. ഉണ്ടോ? അവ ഇവിടെ ഉണ്ട്, അവ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഫുൾ ഹാപ്പി. എടാ വണ്ടി കിടിലോ സാധനം, ഞാൻ അങ്ങോട്ട് ഓടിച്ചു നോക്കിയില്ലേ കുറച്ച്. ഞാൻ പോയി സംസാരിച്ച് റെഡിയാക്കാം, നീ വണ്ടിയും കൊണ്ട് റൗണ്ട് ഒക്കെ പോയിട്ടോ. ഓക്കെ ഞാൻ പോയിട്ട് സംസാരിച്ച് റെഡിയാക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ടൊന്ന് ഓടിക്കാം. അയ്യോ ബാക്കിലോട്ട് ഇറങ്ങി. കേസ് അപ്പം നമ്മൾ ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ശ്രീഹരി പറഞ്ഞു, അപ്പം നമ്മൾ റൗണ്ട് അടിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ പവറിനെ ഞാൻ ചെക്ക് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് കയറ്റിയിട്ട് അത്രേ ഉള്ളൂ. കൊള്ള കേസ്, അത്യാവശ്യം പോകുന്നുണ്ട്. കൊള്ള കൊള്ള കൊള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല എൻജിനുണ്ട്. എൻജിൻ വെച്ചാൽ അത്യാവശ്യം നന്നായി പുള്ളി ചെയ്യുന്നുണ്ട് വണ്ടി. പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ തിരിയുന്നുണ്ട് അത്യാവശ്യം. പെട്രോൾ കുറവാന്ന് തോന്നുന്നു, പെട്രോൾ ഒഴിക്കണം, വേണ്ട അത്യാവശ്യം ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും ഒരു റൗണ്ട് അടിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ ഫോർച്യൂണർ ഇതുവരെ ആകെ ഒറ്റ, അയ്യോ സോറി ബ്രോ, ഞാൻ പോയി ആണെങ്കിൽ നന്നാക്കിയിട്ട് വരാം. നിർത്തി അവിടെ വണ്ടി വണ്ടി ഞാൻ കാര്യം ചെയ്യും. നീ വണ്ടി അടിക്കുന്നത് ഞാൻ ഓടിക്കണം. നീ ഓടിച്ചോ? എന്താ ഇറങ്ങി അല്ലേ ഏട്ടാ, നീയിപ്പോ ഇറങ്ങിയില്ലേ? ഞാൻ സംസാരിച്ചു, നിനക്ക് ഹെവി ലൈസൻസ് ഇല്ലേ? ഉണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സംഭവങ്ങളില്ലേ ഉണ്ടല്ലേ? എല്ലാ സംഭവങ്ങളും ഉണ്ട്, ബസ് മാത്രം കിട്ടിയാൽ മതി. അത് നമുക്ക് ഈ ഉടനെ തന്നെ സെറ്റ് ആകും. ഏതാ? അടുത്ത് പറഞ്ഞില്ല, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താങ്ക്സ്, വെരി വെരി താങ്ക്സ്. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പി. ട്രാവൽ ഹബിന്റെ പേര് നെക്സ്ട്രോ ട്രാവൽ ഹബ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, നെക്സ്ട്രോ ട്രാവൽ ഹബ്. ഏതാ? പിന്നെ നമ്മള് പിന്നെ വേറെ സാധനം കൂടെ ഇറക്കിയായിരുന്നു കേട്ടോ, M2. അത് ഇറക്കിയോ? അത് പുതിയതായി നമ്മൾ വന്നല്ലേ? അതൊക്കെ തൂക്കി. അതും തൂക്കിയോ? എന്തുവാടേ? നമുക്കിനിപ്പോ അടുത്ത വീഡിയോയിൽ അങ്ങ് എടുക്കാം. അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. M2 അങ്ങ് ഇറക്കി. പിന്നെ കാര്യങ്ങളെല്ലാം നടന്നു. അതിനു മുമ്പ് നീ ഇതിപ്പോ ഓഫ് റോഡ് എന്തെങ്കിലും കയറിയോ? ഓഫ് റോഡ് ഞാൻ ഈ സാധനം കൊണ്ട് പോവില്ല, ചെറിയ പണിയുണ്ടോ വണ്ടിക്ക്. ഇനിയിപ്പോ അത് ചെയ്തിട്ട് കൊണ്ടുപോവാം. ക്ലച്ച് റെഡിയാക്കണം. അതെനിക്കും തോന്നി കുറച്ച് ഇതാണ്. പക്ഷെ അങ്ങനെ ഓടിക്കുന്നതാണ് ഒരു ഫീല്. അതാ മുറുക്കം കിട്ടും വണ്ടി ഓടിക്കുമ്പോ. മാനുവൽ എടുത്ത എന്തേലും നന്നായി. ക്ലച്ചും ഗിയർ ബോക്സും ഒക്കെ ഇത്തിരി റെഡിയാക്കണം. പക്ഷെ അങ്ങനെ ഇങ്ങനെ റോ ഫീൽ ഓടിക്കുമ്പോഴത്തേക്ക് വണ്ടി ഒരു രസമാണ് ഓടിക്കും. ഞാൻ ഇന്നലെ ഇതും കൊണ്ട് ഫുള്ളൊരു ഓഫ് റോഡ് പോയി, നമ്മളെ റാപ്റ്ററും കൊണ്ട്. നമ്മളീ സംഭവം ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകം ഒരു എക്സ്ട്രാ ഒരു പവർ കിട്ടും. പിന്നെ സ്മൂത്ത് ആയിരിക്കും വണ്ടി, വന്നാലും ഈ ഒരു റഫായിട്ട് റോ ആയിട്ട് ഓടിക്കുന്ന ഫീൽ കിട്ടത്തില്ല. അതാ പിന്നെ എങ്ങനെ വൈൻഡപ്പ് ചെയ്യാം? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നിന്റെ വണ്ടിയും കയറണം, റാപ്റ്ററും കയറണം. അല്ലല്ല, നീ ആയിട്ടങ്ങ് ടയർ പറ്റിയും. ഞാൻ ലവന്മാരെ വിളിച്ചു പറയാം, എന്റെ ഷോറൂമിൽ കൊണ്ടു കൊടുത്താൽ മതി. ഓക്കെ ടയർ മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മുടെ ശ്രീഹരി ഒരു ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്, പിന്നെ M2 എടുത്തിട്ടുണ്ട്. M2 നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് മീ നെക്സ്ട്രോ വൈറ്റി വിത്ത് ഫൺ വിത്ത് ശ്രീഹരി സൈനിങ് ഓഫ്.